എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയർ സീരീസിൽ തന്നെ ചുഴലിക്കാറ്റുകളാണ്. അതായത് 2023 വീശിയ ചുഴലിക്കാറ്റുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കേരള PSCയുടെ ഇനി വരുന്ന ഏതൊരു എക്സാം, LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഏതൊരു എക്സാംസിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ മേഖലയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചുഴലിക്കാറ്റുകൾ. ചുഴലിക്കാറ്റുകളൊക്കെ കുറിച്ച് PSCയുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക് തന്നെയാണ്. അതായത് ഇതിൽ നിന്ന് ഒരു മാർക്ക് ഷുവറാണ്, ഒരു 90% ഉറപ്പിച്ചോ ഇതിൽ നിന്നൊരു മാർക്ക് ഷുവറായിട്ട് ഉള്ളതാണ്. അപ്പം നമുക്ക് 2023 വീശിയ ചുഴലിക്കാറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണോട് അമർത്തി വെക്കുക. അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ 2023 വീശിയ ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഖ ചുഴലിക്കാറ്റ്. മോഖ ചുഴലിക്കാറ്റാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. മോഖ ചുഴലിക്കാറ്റ് നമുക്കറിയാം, ഓരോ ചുഴലിക്കാറ്റിനും അതായത് ഓരോ ദിവസത്തെ ഓരോ കാറ്റിനും ഓരോ രാജ്യങ്ങളാണ് ഓരോ പേരുകൾ നൽകുന്നത്. അതുപോലെ തന്നെ മോഖ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യമാണ് യമൻ. അപ്പോൾ ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. മോഖ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. യമനാണ് മോഖ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത്. അപ്പം മോഖ ചുഴലിക്കാറ്റ് എന്നാണ് രൂപം കൊണ്ടത്? മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ഇനി വന്ന് ഇപ്പോഴത്തെ ഒരു ടോപ്പിക് വെച്ച്, അതായത് ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് കറണ്ട് അഫെയർ വരെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. മോഖ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം യമനാണ്. അതുപോലെ തന്നെ മെയ്യിൽ ബംഗാൾ ഉൾക്കടലിലാണ് മോഖ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. അപ്പം മോഖ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് എവിടെയാണ്? മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. എന്നാണ്? മെയ്യിൽ 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിലാണ് മോഖ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. അതുപോലെ തന്നെ യമനിലെ ചെങ്കടൽ തുറമുഖത്തിൻ്റെ പേരാണ് മോഖ. അപ്പോൾ മോഖ എന്നുള്ള പേര് യമനിടാൻ കാര്യം എന്താണ്? യമനിലെ ചെങ്കടൽ തുറമുഖ നഗരത്തിൻ്റെ പേരാണ് മോഖ എന്ന് പറയുന്നത്. അതായത് യമനിലെ ചെങ്കടൽ തുറമുഖ നഗരത്തിൻ്റെ പേരാണ് മോഖ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യമന് ഈ ഒരു ചുഴലിക്കാറ്റിന് മോഖ എന്ന് പേരിടാൻ കാര്യം. അതുപോലെ തന്നെ മോഖ ചുഴലിക്കാറ്റ് അകപ്പെട്ടവരെ സഹായിക്കാൻ മ്യാൻമാറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ കരുണ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് ഉറപ്പിച്ചോ. മോഖ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ മ്യാൻമറിൽ, എവിടെയാണ്? മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അപ്പോൾ ഓപ്പറേഷൻ കരുണ എന്താണ്? മോഖ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ഈ നമ്മുടെ മോഖ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മോഖ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളാണ് ബംഗ്ലാദേശും മ്യാൻമറും. മോഖ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ്? ബംഗ്ലാദേശും മ്യാൻമറും. അപ്പം നമുക്ക് എല്ലാവരും ഒന്നുകൂടെ പറയാം. മോഖ ചുഴലിക്കാറ്റ് ഫസ്റ്റ് നമ്മൾ മോഖ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? യമൻ. അതുപോലെ തന്നെ മോഖ ചുഴലിക്കാറ്റ് 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. അതുപോലെ തന്നെ മോഖ എന്ന് പറയുന്നത് യമനിലെ ചെങ്കടൽ തുറമുഖ നഗരത്തിൻ്റെ പേരാണ് മോഖ. അതുപോലെ തന്നെ മോഖ ചുഴലിക്കാറ്റ് അകപ്പെട്ടവരെ സഹായിക്കാൻ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അതുപോലെ തന്നെ മോഖ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളാണ് ബംഗ്ലാദേശ്, മ്യാൻമറും. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോണേ. അപ്പോൾ നമ്മൾ ഈ മോഖ ചുഴലിക്കാറ്റിനെ കുറിച്ച് എല്ലാ അനുബന്ധ പോയിന്റ്സുകളെല്ലാം ഡിസ്കസ് ചെയ്തു. നമുക്കിനി അടുത്ത ചുഴലിക്കാറ്റിലോട്ട് പോകാം. അടുത്ത ചുഴലിക്കാറ്റാണ് ബിപർജോയി ചുഴലിക്കാറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബിപർജോയി ചുഴലിക്കാറ്റ്. അപ്പോൾ ഈ ബിപർജോയി ചുഴലിക്കാറ്റ് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. മറ്റേത് എന്താണ്? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച മോഖ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപപ്പെട്ടത്. അതുപോലെ തന്നെ ബിപർജോയി ചുഴലിക്കാറ്റ് അപ്പോൾ എവിടെയാണ്? 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിപർജോയി ചുഴലിക്കാറ്റ്. ഈ ബിപർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ബിപർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബിപർജോയി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. അതുപോലെ തന്നെ ഈ ബിപർജോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദുരന്തം എന്നാണ്. അപ്പം ബിപർജോയി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദുരന്തം എന്നാണ്. അതുപോലെ തന്നെ ബിപർജോയി ചുഴലിക്കാറ്റ് ബാധിച്ചത് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്തിലാണ് കൂടുതലും ബാധിച്ചത്. ബിപർജോയി ചുഴലിക്കാറ്റിൻ്റെ നാശനഷ്ടങ്ങളും കൂടുതലായി ബാധിച്ചത് ഗുജറാത്തിലാണ്. അപ്പോൾ നമുക്ക് ബിപർജോയി ഒന്നുകൂടെ പഠിക്കാം.
ബിബർജോയ് നമുക്കൊന്നൊന്ന് പറയാം. ബിബർജോയ് ചുഴലിക്കാറ്റ്. ബിബർജോയ് ചുഴലിക്കാറ്റ് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ബിബർജോയ് ചുഴലിക്കാറ്റ്. ആ ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ്. അതുപോലെ തന്നെ ബിബർജോയ് ചുഴലിക്കാറ്റിലെ ബിബർജോയ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ദുരന്തം. അതുപോലെ തന്നെ ബിബർജോയ് ചുഴലിക്കാറ്റ് ബാധിച്ചത് ഗുജറാത്തിലാണ് ബിബർജോയ് ചുഴലിക്കാറ്റ് ബാധിച്ചത്. അപ്പോൾ ഇത്ര ക്ലിയർ ആയ മോഖയും നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ബിബർജോയും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത തേജ് ചുഴലിക്കാറ്റ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരു മാർക്ക് ഷുവറാണ്. തേജ് ചുഴലിക്കാറ്റ് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. അപ്പോൾ ബിബർജോയ് കൂടാതെ തേജ് ചുഴലിക്കാറ്റും അറബിക്കടലിലാണ് രൂപം കൊണ്ടത് എന്നാണ് 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, തേജ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്ന്. അപ്പം തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ. അതുപോലെ തന്നെ തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ വേഗതയുള്ളത് എന്നാണ് തേജ് എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ തേജ് ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശം എന്ന് പറയുന്നത് യമനിലാണ് തേജ് ചുഴലിക്കാറ്റ് ബാധിച്ചത്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. തേജ് ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. അതുപോലെ തന്നെ തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ്. അതുപോലെ തന്നെ തേജ് ചുഴലിക്കാറ്റിലെ തേജ് എന്ന വാക്കിൻ്റെ അർത്ഥം വേഗതയുള്ളത് എന്നാണ്. അതുപോലെ തന്നെ തേജ് ചുഴലിക്കാറ്റ് ബാധിച്ചത് യമനിലാണ് ബാധിച്ചത്. അപ്പോൾ തേജ് ചുഴലിക്കാറ്റ് ക്ലിയർ ആയി. അടുത്ത ചുഴലിക്കാറ്റിലോട്ട് പോവാം. അടുത്തത് ഹമൂൺ ചുഴലിക്കാറ്റ്. അപ്പോൾ ഹമൂൺ ചുഴലിക്കാറ്റ് എന്ന് നോക്കാം. ഹമൂൺ ചുഴലിക്കാറ്റ് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. അപ്പോൾ എന്താണ് ഹമൂൺ ചുഴലിക്കാറ്റ്? 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ഇറാനാണ് ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. അതുപോലെ തന്നെ ഹമൂൺ ചുഴലിക്കാറ്റിലെ ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ചതുപ്പ് നിലം എന്നാണ്. അപ്പോൾ ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചതുപ്പ് നിലം. ഇതെല്ലാം പറയുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കാൻ ചാൻസ് കൂടുതല. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അനുബന്ധ പോയിന്റ്സ് എല്ലാം മാക്സിമം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. മാക്സിമം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചതുപ്പ് നിലം എന്നാണ്. അതുപോലെ തന്നെ ഹമൂൺ ചുഴലിക്കാറ്റ് ബാധിച്ചത് ബംഗ്ലാദേശിലാണ്. അപ്പോൾ ഹമൂൺ ചുഴലിക്കാറ്റ് എവിടെയാണ് ബാധിച്ചത്? ബംഗ്ലാദേശിലാണ്. ഒന്നുകൂടെ പറയാം, ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. അതുപോലെ തന്നെ ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാനാണ്. അതുപോലെ തന്നെ ഹമൂൺ ചുഴലിക്കാറ്റിലെ ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ചതുപ്പ് നിലം എന്നാണ്. അതുപോലെ തന്നെ ഹമൂൺ ചുഴലിക്കാറ്റ് ബാധിച്ചത് ബംഗ്ലാദേശിലാണ്. ക്ലിയർ ആയേ? അടുത്തതിലോട്ട് പോവാം. അടുത്ത മിഥിലി ചുഴലിക്കാറ്റ്. അടുത്തത് മിഥിലി ചുഴലിക്കാറ്റ് 2023 നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. അപ്പോൾ എന്താണ് മിഥിലി ചുഴലിക്കാറ്റ് എവിടെയാണ് രൂപം കൊണ്ടത്? 2023 നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി ചുഴലിക്കാറ്റ്. അപ്പം മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. മിഥിലി മാലി ഓർത്തു വെച്ചോ. മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. മിഥിലി മാലി എന്ന് ഓർത്തു വെച്ചോ. ഓർത്തു വെച്ചോ. മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപ്. മിഥിലി ചുഴലിക്കാറ്റിലെ മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ മരം. അപ്പോൾ വലിയ മരം എന്ന് ഓർത്തു വെച്ചോ. ചുഴലിക്കാറ്റ് വരുമ്പോൾ വലിയ മരങ്ങളെയാണല്ലോ അടിച്ചിടുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോ, മിഥിലി ചുഴലിക്കാറ്റിലെ മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ മരം. ഈ മിഥിലി ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശുമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മിഥിലി ചുഴലിക്കാറ്റ് 2023 നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി ചുഴലിക്കാറ്റ്. ആ മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് മാലിദ്വീപ്. നമ്മൾ പഠിച്ച് മിഥിലി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം മാലിദ്വീപ്. അതുപോലെ തന്നെ മിഥിലി ചുഴലിക്കാറ്റിലെ മിഥിലി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് വലിയ മരം എന്നാണ്.
അതുപോലെ തന്നെ മിഥിലി ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ബംഗ്ലാദേശും. ക്ലിയർ ആയേ? അപ്പോൾ അടുത്തതിലോട്ട് പോവാം. അടുത്ത ലാസ്റ്റാണ് മീഷോങ് ചുഴലിക്കാറ്റ്. മീഷോങ് ചുഴലിക്കാറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം മീഷോങ് ചുഴലിക്കാറ്റ് എന്താണ്? 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. അപ്പം മീഷോങ് ചുഴലിക്കാറ്റ് എന്താണ്? 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മീഷോങ് ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ മീഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് മ്യാൻമർ. മീഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമർ. അതുപോലെ തന്നെ മീഷോങ് ചുഴലിക്കാറ്റിലെ മീഷോങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശക്തി, സഹിഷ്ണുത. അതുപോലെ തന്നെ മീഷോങ് ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. മീഷോങ് ചുഴലിക്കാറ്റ് 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മീഷോങ് ചുഴലിക്കാറ്റ്. മീഷോങ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? മ്യാൻമർ. ഓർത്ത് വെച്ചോടെ. അതുപോലെ തന്നെ മീഷോങ് ചുഴലിക്കാറ്റിലെ മീഷോങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശക്തി, സഹിഷ്ണുത എന്നാണ്. അതുപോലെ തന്നെ മീഷോങ് ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങളാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ക്ലിയർ ആയി. ഇത്രയുമാണ് നമ്മൾ 2023 പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ, വീശിയടിച്ച പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകളായിട്ട് വരുന്നത്. അപ്പം മാക്സിമം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാം. ഇനി വരുന്ന LDC, LGS പോലുള്ള CPA പോലുള്ള ഏതൊരു എക്സാമിനും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പിച്ച് വെച്ചാൽ ഇതിന് 90% ഉറപ്പാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടുന്നത്. അപ്പം ഇതുപോലുള്ള കറണ്ട് അഫെയർ വീഡിയോകളും അതുപോലെ തന്നെ LDC സംബന്ധമായ വീഡിയോകളും എല്ലാം നമ്മൾ ഇടുന്നതാണ് നമ്മുടെ ചാനലിൽ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെയിലേക്കും എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനോടെ മറക്കല്ലേ. അപ്പം എന്താണ്, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് അമർത്താൻ മറക്കല്ലേ. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്താം. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഓൾ.